അത് സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടി സപ്പോട്ട വളർത്താൻ പോവുകയാണ്. ഇത് സപ്പോട്ട നീ കുഴിച്ചിട്ടല്ലത്? എത്ര വർഷം മുന്നേ? ഓർമ്മയില്ല. ഓ, ഒരു 5-6 വർഷം മുന്നേ കുഴിച്ചിട്ടാണ്. ആദ്യം വേറെ സ്ഥലത്തായിരുന്നു അതിൽ കുഴിച്ചിട്ടത്. അവിടുന്ന് അസൗകര്യം കാരണം എന്ത് ചെയ്തറിയോ, അവിടുന്ന് പൊരിച്ചിട്ട് ഞാൻ ഇവിടെ കുഴിച്ചിട്ടു. അപ്പം ഇത് ഞാൻ കുഴിച്ചിട്ടാ? അല്ല, ഇത് ഞങ്ങളെ കുഴിച്ചിട്ടതാണ്. അപ്പോൾ ഞാനും അത് അമ്മയും കൂടി കുഴിച്ചിട്ടതാണ്. അവിടുന്ന് ഞാൻ പൊരിച്ചിട്ട് ഇവിടെ കുഴിച്ചിട്ടു. അപ്പോൾ ഞാൻ കുഴിച്ചിട്ടുകൊണ്ട് എൻ്റെ കൈപ്പുണ്യം കാരണമാണ് ഇതിൻ്റെ മുകളിൽ ചിക്കു 360 ദിവസം കിട്ടും കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന്. ഇതിന് ബനാനൻ്റെ ടേസ്റ്റാണ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. ഇത് ഞങ്ങൾ കുറേ കാലമായി പറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഇത് ഹാർവെസ്റ്റിങ്ങിന് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇവളാണ് എല്ലാ മരത്തിലുള്ള കയറി പറിക്കുന്ന ആൾ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി പറിക്കുന്ന ഇതൊക്കെ നോക്കാം. അവൾ നന്നായിട്ട് വിളവെടുക്കുന്ന ആളാണ്. ഓക്കെ, നോക്കിക്കോ. ഇത് നമുക്ക് മൂത്തോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാന്ന് വെച്ചാൽ, ഇവിടെ കണ്ടോ, ഇത് മൂക്കാത്തതാണെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു മുള്ള് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. മൂത്തതാണെങ്കിൽ ആ മുള്ള് പോലത്തത് താഴെ വീണിട്ടുണ്ടാവും. മൂക്കാത്തതിന് ആ മുള്ള് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് ഇത് മൂത്തോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് അധികം മൂക്കാൻ നമ്മൾ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ വവ്വാൽ കടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് മൂക്കുമ്പോഴത്തേക്കും പറിച്ച് വെക്കുക. എന്നിട്ട് അരിയിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പഴുത്ത് കിട്ടും. പറിക്കട്ടെ? പറിച്ചോളൂ മാഡം. ഇവിടെ കൂടാതെ പറിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ എന്നോട് മിണ്ടലുണ്ടാവില്ല. ദേഷ്യമായിരിക്കും. ദേഷ്യമല്ല, പിണക്കായിരിക്കും. കുറേ പറിക്കാണ്ട്. ഇതും കൊണ്ട് വെക്കണോ? ഈ ലാഡർ എടുക്കണോ? വേണ്ട, താഴെയുള്ള ഞാൻ പറിക്കാം, മുകളിലുള്ള നിങ്ങൾ പറിച്ചോളി. ഇത് പഴുത്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടണേ. കറ പോക്കിയിട്ട് അതിൽ വെക്കാന്നോ? ഇത് കണ്ടോ, ഒരു പശ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. പ്രശ്നമില്ല, അത് നമുക്ക് വെക്കാം. ഇതാ അവിടെ വലുതൊന്നുണ്ട്. പക്ഷെ ഇത് വീണിട്ടില്ല, കണ്ടോ? പറിക്കണോ? ഇവിടെയൊക്കെ എന്താണ് സ്ഥിതി? ഓക്കെ, ഇവിടെ കറിവേപ്പിലേൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൂടി. ഇല്ല, കിട്ടിയില്ല. ലാഡർ എടുക്കുക ബുദ്ധി. കിട്ടിയോ? ഓ, എവിടെ? അതാ ഇതാ. സുഹൃത്തുക്കളെ, അവസാനം ഞങ്ങൾക്ക് ചിക്കു കിട്ടി. ആഴ്ചയിൽ ഇത്ര കിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു പകുതിയെങ്കിലും ഞങ്ങൾ എല്ലാ ആഴ്ചയും കിട്ടാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വിളവെടുത്തില്ലായിരുന്നു. അതുകൊണ്ട് ഈ ആഴ്ച ഇത്ര കിട്ടി ഞങ്ങൾക്ക്. ഇനി ഒരുപാട് അതിനോട് പറിക്കാണ്ട്. ഇതൊക്കെ പഴുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഉണ്ടോ, എനിക്ക് കിട്ടാറില്ല അധികം. എടേ, എങ്ങനെയുണ്ട്? സന്തോഷമായോ? നമ്മൾ കുഴിച്ചിട്ടൊരു സാധനത്തിൻ്റെ മുകളിൽ ഒരുപാട് ഫലങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഉള്ളിലൊരു പ്രത്യേക ഒരു ഇതാണ്. അപ്പോൾ ആ സന്തോഷം നിങ്ങളെല്ലാവരും അനുഭവിക്കണം. എല്ലാവരും വാങ്ങുക. ഇത് സപ്പോർട്ടേൻ്റെ ചെടി വാങ്ങിക്കുക, കുഴിച്ചിടുക, ഇതുപോലെ വിളവെടുക്കുക. എന്നിട്ട് അപ്പോൾ നിങ്ങൾ വിളവെടുക്കുമ്പോൾ ഞങ്ങളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതായത് പറഞ്ഞു വരുന്നത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സപ്പോർട്ട മരങ്ങളൊക്കെ ചെടികളൊക്കെ കുഴിച്ചിട്ടിട്ട് ആഘോഷപൂർവ്വം കുഴിച്ചിടുക. അങ്ങനെ അതിനെ പരിപാലിക്കുക, ആഘോഷവും വിളവെടുക്കുക. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളെ കമൻറ്റ്സ് ഇടുക. ഓക്കെ, ബൈ.